നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്ത് സൈലം IAS കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിന് കീഴിൽ വരുന്ന 13ഓളം നിയമങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പരാമർശിക്കപ്പെടുന്ന വളരെ സുപ്രധാനമായ നിയമമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള അവസാനത്തെ നിയമമാണ്. ആൻഡ് ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആക്ട് ഇസ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. സോ പ്ലീസ് റിമെമ്പർ ദിസ് ഫാക്ട് ദറ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള അവസാനത്തെ നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആണ്. നമ്മൾ സാധാരണഗതിയിൽ മറ്റ് നിയമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് മനസ്സിലാക്കി വി വിൽ ഡിസ്കസ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. സോ ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ബാക്ക്ഗ്രൗണ്ട്. എന്താണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ? സോ ഇത് മനസ്സിലാക്കുന്നതിന് വി വിൽ സ്റ്റാർട്ട് ഫ്രം 1947. 1947 ഫെബ്രുവരി മാസം 20-ാം തീയതി അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലിമെൻറ്റ് അറ്റ്ലി ഒരു പ്രഖ്യാപനം നടത്തുന്നു. അദ്ദേഹം പറയുന്നത് 1948 ജൂൺ മാസം 30 ഇന്ത്യ പൂർണ്ണമായും സ്വതന്ത്രമാകും. ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രീയ സംവിധാനമായി പ്രഖ്യാപിക്കും എന്നായിരുന്നു ഈ ക്ലിമെൻറ്റ് അറ്റ്ലി എന്ന അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനോടൊപ്പം തന്നെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൈകളിലേക്ക് ഇന്ത്യൻ ഭരണം എത്തിക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ടെറിട്ടറി ലീവ് ചെയ്യും. ദിസ് വാസ് ദി ഡിക്ലറേഷൻ ഓഫ് ദ ദെൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലിമെൻറ്റ് അറ്റ്ലി ഓൺ 1947 ഫെബ്രുവരി 20th. പക്ഷേ ഈ പ്രഖ്യാപനത്തിന് മറുപടിയായി വലിയ അജിറ്റേഷൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. മുസ്ലിം ലീഗ് വാസ് ഡിമാൻഡിങ് പാർട്ടീഷൻ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് വിഭജനം എന്നുള്ളതായിരുന്നു. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് 1947 മെയ് മാസം അന്നത്തെ വൈസ്രോയ് ലോർഡ് ലൂയിസ് മൗണ്ട്ബാറ്റൻ ആണ്. ഈ വൈസ്രോയ് ഒരു ഡിക്കി ബേർഡ്സ് പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഡിക്കി ബേർഡ്സ് പ്ലാൻ അപ്പോൾ നമ്മളുടെ PSC എക്സാമിനുൾപ്പെടെ ഈ മൗണ്ട്ബാറ്റൻ പ്ലാൻ ആണ് ഡിക്കി ബേർഡ്സ് പ്ലാൻ എന്ന തരത്തിൽ പരാമർശിച്ച് കേൾക്കാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ടെക്നിക്കലി ദാറ്റ് ഇസ് റോങ്. ഡിക്കി ബേർഡ്സ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് മൗണ്ട്ബാറ്റൻ പ്ലാനിന് മുന്നേ വന്നിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. പക്ഷേ ഇത് സ്വീകരിക്കപ്പെട്ടില്ല. ഈ ഡിക്കി ബേർഡ്സ് പ്ലാനെ പരിഷ്കരിച്ചുകൊണ്ടാണ് പിന്നീട് മൗണ്ട്ബാറ്റൻസ് പ്ലാൻ അല്ലെങ്കിൽ പാർട്ടീഷൻ പ്ലാൻ വരുന്നത്. അപ്പോൾ 1947 മെയ് മാസം അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് ലൂയിസ് മൗണ്ട്ബാറ്റൻ ഡിക്കി ബേർഡ്സ് പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഡിക്കി ബേർഡ്സ് പ്ലാനിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ്, ബോംബെ, മദ്രാസ് പോലെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്ക് പൂർണ്ണമായ ഇൻഡിപെൻഡൻസ് നൽകുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പ്രവിശ്യകൾക്ക് രാജ്യങ്ങളായി മാറാം എന്ന തരത്തിൽ ഒരു ഇൻഡിപെൻഡൻസ് നൽകുക എന്നുള്ളതായിരുന്നു ഡിക്കി ബേർഡ്സ് പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. ഈ ഡിക്കി ബേർഡ്സ് പ്ലാൻ ഒരു അനൗദ്യോഗിക മീറ്റിങ്ങിൽ ജവഹർലാൽ നെഹ്റുവുമായി ഡിസ്കസ് ചെയ്യുകയും നെഹ്റു ഇതിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്നുണ്ട്. നെഹ്റു പറഞ്ഞത് ഈ ഡിക്കി ബേർഡ്സ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലീഡ് ടു ദ ബാൽക്കനൈസേഷൻ ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയെ പല രാജ്യങ്ങളാക്കി മാറ്റും. അപ്പോൾ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ എന്ന 2 ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ഈ ഡിക്കി ബേർഡ്സ് പ്ലാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. അതായത് ബോംബെയിൽ നിന്ന് മദ്രാസിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ
നിങ്ങൾ വിസ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നെഹ്റു ഹാസ് റിജക്റ്റഡ് ദിസ് ഐഡിയ ഓഫ് ഡിക്കി ബേർഡ്സ് പ്ലാൻ. വൈ? ബിക്കോസ് ഹീ സെഡ് ദാറ്റ് ദിസ് വിൽ ലീഡ് ടു ദ ബാൽക്കനൈസേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറി. അതുകൊണ്ട് തന്നെ ബാൽക്കനൈസേഷൻ പ്ലാൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഡിക്കി ബേർഡ് എന്ന് പറയുന്നത് ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പ്രണയാതുരമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഈ ഡിക്കി ബേർഡ്സ് എന്ന് പറയുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള അവരുടെ നിമിഷങ്ങളിൽ അവർ വിളിക്കുന്ന പേരാണ് ഡിക്കി ബേർഡ് എന്ന് പറയുന്നത്. ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിയമം അല്ലെങ്കിൽ ഈ പദ്ധതി എന്ന് പറയുന്നത് ഡിക്കി ബേർഡ്സ് പ്ലാൻ എന്ന് അറിയപ്പെടാനുള്ള കാരണം ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നെഹ്റുവിൻ്റെ എതിർപ്പിനെ തുടർന്ന് ഈ ഡിക്കി ബേർഡ്സ് പ്ലാനുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ജൂൺ 3 പ്ലാൻ അഥവാ പാർട്ടീഷൻ പ്ലാൻ എന്ന് പേര് കേട്ട മറ്റൊരു പദ്ധതി എഗെയിൻ മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ദാറ്റ് ഡിവൈഡ് ദി ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ് ഇൻടു 2 ഡൊമിനിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. രാജ്യത്തെ രണ്ടായി വിഭജിക്കുക, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെ രണ്ടായി വിഭജിക്കുക. പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ പറ്റി പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെ രണ്ടായി വിഭജിക്കുക, ഒന്ന് ഡൊമിനിയൻ ഓഫ് ഇന്ത്യയായും മറ്റൊന്ന് ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാനുമായി വിഭജിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ രണ്ടായി വിഭജിക്കുക എന്ന പദ്ധതി മുന്നോട്ട് വെച്ചത് ജൂൺ 3 ആൻഡ് ഈ പദ്ധതിയാണ് പാർട്ടീഷൻ പ്ലാൻ എന്ന് പേര് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ജൂൺ 3 പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിയാണ്, അല്ലേ? ലോർഡ് മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നിയമപരമായി അംഗീകരിക്കപ്പെടണ്ടേ? അതിനുവേണ്ടി പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947, വിച്ച് മീൻസ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ പാർട്ടീഷൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്ന ഈ പദ്ധതിയെ നിയമപരമായി അംഗീകരിച്ചത്, ലീഗലി റെക്കഗ്നൈസ്ഡ്, നിയമപരമായി അംഗീകരിച്ചതാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. 1947 ഫെബ്രുവരി മാസം 20 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലിമന്റ് അറ്റ്ലി 1948 ജൂൺ മാസം 30 ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടുമെന്ന് പ്രഖ്യാപിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വലിയ അജിറ്റേഷൻ ഉണ്ടാകുന്നു, പാർട്ടീഷൻ ഡിമാൻഡ് ചെയ്യുന്നു. 1947 മെയ് മാസം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ ഡിക്കി ബേർഡ്സ് പ്ലാനുമായി മുന്നോട്ട് വരുന്നു. ഇത് വലിയ രീതിയിൽ രാജ്യത്തെ കഷ്ണങ്ങളാക്കി മാറ്റും എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റു ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നു. 1947 ജൂൺ മാസം 3 തന്നെ മൗണ്ട് ബാറ്റൻ മറ്റൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ദ ജൂൺ 3 പ്ലാൻ ഓർ ദ പാർട്ടീഷൻ പ്ലാൻ ഓർ മൗണ്ട് ബാറ്റൻസ് പ്ലാൻ. ഈ മൗണ്ട് ബാറ്റൻസ് പ്ലാൻ രാജ്യത്തെ രണ്ടായി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസിനെ രണ്ടായി വിഭജിക്കുക എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഈ ആശയത്തിന് അല്ലെങ്കിൽ ഈ പ്ലാനിന് നിയമപരമായിട്ടുള്ള അംഗീകാരം നൽകുന്നത് പ്രഥമ പരിഗണനയായി പരിഗണിച്ചുകൊണ്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. സോ ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ആൻഡ് നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീച്ചേഴ്സ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തെല്ലാമാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത്. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ദി ആക്ട് എൻഡഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നു, ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഫ്രം 15th August of 1947. And the day we observe or celebrate as the Independence Day of India. രാജ്യം സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെടുന്നു. രാജ്യം സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഡേറ്റ് കൂടി ഈ നിയമത്തിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഇത് കൂടാതെ രാജ്യത്തെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കുക. ദാറ്റ് ഈസ് വാട്ട് യു ക്യാൻ സീ ഹിയർ. പാർട്ടീഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കുന്നു. ക്രിയേഷൻ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വിത്ത് ഡൊമിനിയൻ സ്റ്റേറ്റസ്. അപ്പോൾ എന്താണ് ഈ ഡൊമിനിയൻ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ? ഡൊമിനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമിനിയൻ എന്ന് പറഞ്ഞാൽ പുത്രികാ രാജ്യ പദവി എന്നാണ് മലയാളത്തിൽ പറയുക.
എന്താണ് ഈ പുത്രികാ രാജ്യ പദവി എന്ന് പറഞ്ഞാൽ? പുത്രികാ രാജ്യ പദവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള ഓട്ടോണമി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു നോമിനൽ ഹെഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മൊണാർക്കായിരിക്കും. ഫൈൻ. നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഈ നോമിനൽ ഹെഡിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ മാറ്റുകയും ചെയ്യാം. പക്ഷെ തൽക്കാലം നിങ്ങൾ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ പരമാധികാരത്തിന് കീഴിലായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അത് മാറ്റാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ മാറ്റാത്തിടത്തോളം കാലം യു വിൽ ബി സ്റ്റിൽ അണ്ടർ ദി ബ്രിട്ടീഷ് പാരാമൗൺസി. അതിനെയാണ് നമ്മൾ ഡൊമിനിയൻ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അതായത് 1947 നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ടു അല്ലേ? ഇൻഡിപെൻഡൻ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷെ നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായി നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1950 അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായി നിലവിൽ വരുമ്പോൾ മാത്രമാണ് രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, ഒരു ഭരണഘടനാ തലവൻ അത് ആരാണ് എന്ന് തീരുമാനിക്കപ്പെടൂ. അതുവരെ നോമിനൽ ഹെഡായി അല്ലെങ്കിൽ നാമമാത്രമായ തലവനായി, അധികാരിയായി, പദവിയായി ബ്രിട്ടീഷ് ക്രൗൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. എന്നാണോ നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് അന്ന് നിങ്ങളുടെ സ്റ്റേറ്റസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഡൊമിനിയൻ അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ സോവറിൻ ആണ് എന്ന് പ്രഖ്യാപിക്കാം. ഡൊമിനിയൻ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസിഷൻ ഫേസിൽ നിങ്ങൾ യു വിൽ കം അണ്ടർ ദി ബ്രിട്ടീഷ് പാരാമൗൺസി എന്ന് പ്രകടമാക്കുന്ന ഒരു പദവിയാണ്. ദാറ്റ്സ് ഇറ്റ്. നൗ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, വൈസ്രോയ് എന്നീ രണ്ട് പദവികളെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ വൈസ്രോയ് ആരാണ്? വൈസ്രോയ് എന്ന് പറയുന്ന ആൾ വാസ് ദി ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ അല്ലേ? ബ്രിട്ടീഷ് കിരീടാവകാശിയുടെ പ്രതിനിധി ഇന്ത്യയിലുള്ളത് വൈസ്രോയ് ആയിരുന്നു. ഇനി മുതൽ അങ്ങോട്ട് ഈ ബ്രിട്ടീഷ് കിരീടാവകാശിക്ക് ഇന്ത്യയിൽ ഒരു പ്രതിനിധിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് വൈസ്രോയ് ഹാസ് ഗോട്ട് ഔട്ട്. പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ തിരിച്ചു വരുന്നു. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ ആരാണ് നിയമിക്കുക? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ആയിരിക്കും, ബ്രിട്ടീഷ് കിങ് അല്ലെങ്കിൽ ക്വീൻ ആയിരിക്കും. പക്ഷേ ഡൊമിനിയൻ ക്യാബിനറ്റിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് ഡൊമിനിയൻ ഓഫ് ഇന്ത്യയ്ക്ക് ഒരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കും. ആ ക്യാബിനറ്റിൻ്റെ ഹെഡ് ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൊമിനിയൻ ക്യാബിനറ്റിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ക്രൗൺ ആണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ അപ്പോയിൻറ്റ് ചെയ്യുക. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിലേക്ക് ആദ്യം എത്തുന്നത് ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൻ തന്നെയാണ്. ഇതുകൂടാതെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ പരാമർശിച്ച മറ്റൊരു കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സോവറിൻ ആണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അവർക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാം. അതുമാത്രമല്ല അവർക്ക് നിയമങ്ങളിൽ മാറ്റങ്ങളും വരുത്താം. എനി ലോ പാസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് പാർലമെൻറ്റ് may be amended. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അവർക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാം. കാരണം അവരൊരു പരമാധികാര സംവിധാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് പാർലമെൻറ്റ് അതുവരെ പാസ്സാക്കിയിട്ടുള്ള ഏതെങ്കിലും നിയമങ്ങളുടെ ഇമ്പാക്റ്റ് നിലനിൽക്കുന്നുവെങ്കിൽ അത് മോഡിഫൈ ചെയ്യുകയും ചെയ്യാം. ഈവൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിലും മാറ്റം വരുത്താം. That's what you mean by the Constituent Assembly was declared sovereign. ഇതുകൂടാതെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അഡീഷണലി ഒരു ജോബ് കൂടി നൽകി, ഒരു റോള് കൂടി നൽകി. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പ്രധാനമായും ചെയ്യേണ്ടിയിരുന്ന കർത്തവ്യം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുക എന്നുള്ളതാണല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുക എന്നുള്ളതാണ്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി നിയമം പാസ്സാക്കില്ല. കാരണം ബ്രിട്ടീഷുകാർ ലീവ് ചെയ്യുകയാണ്. ഇന്ത്യക്ക് വേണ്ടി വെറുതെ കഷ്ടപ്പെടാൻ ബ്രിട്ടീഷുകാർ തയ്യാറല്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ
ഇനി ഓർഡിനറി നിയമനിർമ്മാണം നടത്തുകയും വേണം. ഓർഡിനറി ലെജിസ്ലേഷൻ, സാധാരണ നിയമങ്ങൾ ആര് നിർമ്മിക്കണം? ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ നിർമ്മിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാർലമെൻറ്റ് ചെയ്യുന്നത് പോലെ സാധാരണ നിയമനിർമ്മാണം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പെർഫോം ചെയ്യണം. അപ്പോൾ അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഭരണഘടന എഴുതി തയ്യാറാക്കിയാൽ മാത്രം പോരാ, സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുക കൂടി വേണം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ഒത്തുചേരുമ്പോൾ ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സാധാരണ നിയമങ്ങൾ നിർമ്മിക്കാൻ ഒത്തുചേരുമ്പോൾ ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തിരുന്നത് GV മാവ്ലങ്കർ ആണ് കേട്ടോ. ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന GV മാവ്ലങ്കർ ആണ് ഓർഡിനറി ലെജിസ്ലേഷന് വേണ്ടി, സാധാരണ നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒത്തുചേരുമ്പോൾ സഭയെ പ്രിസൈഡ് ചെയ്തിരുന്നത്. സോ ഇൻഫാക്റ്റ് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഫങ്ഷൻസിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഒരു അഡീഷണൽ റോള് കൂടി നൽകി. ദാറ്റ്സ് ഇറ്റ്. നൗ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ആവശ്യം ഇനിയുണ്ടോ? ഇല്ല. കാര്യം ബ്രിട്ടീഷുകാർ ലീവ് ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ വൈസ്രോയ് ഉണ്ടായിരുന്നു. വൈസ്രോയ് വാസ് അക്കൗണ്ടബിൾ ടു ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഇനി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ ആവശ്യമില്ല. ആൻഡ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ ഫംഗ്ഷൻസ് എല്ലാം അല്ലെങ്കിൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സിന് ട്രാൻസ്ഫർ ചെയ്തു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതുകൂടാതെ നാട്ടുരാജ്യങ്ങൾ, അതായത് ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കിടയിൽ ചില നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ പരാമർശിച്ചിട്ടുള്ളത്? നാട്ടുരാജ്യങ്ങൾക്ക് ചില ചോയ്സസ് ആണ് നൽകിയത്. നാട്ടുരാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈതർ ഡൊമിനിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാൻ്റെ ഭാഗമാകാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയി തുടരുകയും ചെയ്യാം. അങ്ങനെ 3 ഓപ്ഷനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നൽകിയിരുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാകാം, പാകിസ്ഥാനിൽ ചേരണമെങ്കിൽ ദാറ്റ്സ് ഫൈൻ, അതർവൈസ് യു മേ റിമെയിൻ ഇൻഡിപെൻഡൻ്റ് ഓൾസോ. പ്രിഡോമിനൻ്റ്ലി മെജോറിറ്റി ഓഫ് ദി പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗമായി. പക്ഷേ ജമ്മു കാശ്മീർ പോലെ, ജുനഗഡ് പോലെ, ഹൈദരാബാദ് പോലെ ഉള്ള ചില നാട്ടുരാജ്യങ്ങൾ പിന്നീടാണ് ഇന്ത്യയുടെ ഭാഗമാകുന്നതെന്നുള്ള കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് പറയുന്ന പാർട്ട് 1 ഡിസ്കസ് ചെയ്യുമ്പോൾ അതേപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഏതായാലും ഈ 3 ഓപ്ഷൻസ് ആണ് നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1947 നമ്മൾ സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെടുന്നു. 1947 പക്ഷെ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ട്. നമ്മൾ സ്വതന്ത്രമാകുന്നത് വരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വളരെ ആക്റ്റീവായി ഭരണഘടന എഴുതുക എന്ന് പറയുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഫേസ് അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷമാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വളരെ ആക്റ്റീവായി കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിൽ എൻഗേജ്ഡ് ആയത്. അപ്പോൾ നമുക്കറിയാം 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. 1950 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായും നിലവിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാലം നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടേ, നമ്മൾക്കൊരു നിയമം വേണ്ടേ? ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ വെറുതെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ എന്ത് എഴുതി വെച്ചു? തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് വരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരിക്കും നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നിങ്ങൾ സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുന്നത് വരെ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ബി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അതുകൊണ്ടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ദ ഇൻറ്ററിം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, ഇടക്കാല ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ടൈറ്റിൽ, ആ ടൈറ്റിലിൽ ഇന്ത്യയുടെ ചക്രവർത്തി എന്നുകൂടി മെൻഷൻ ചെയ്തിരുന്നു. ആ ടൈറ്റിൽ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇനി മുതൽ ഇന്ത്യയുടെ ചക്രവർത്തി അല്ല, ഇന്ത്യയുടെ എംപറർ അല്ല എന്ന രീതിയിലേക്ക് ടൈറ്റിലിൽ മാറ്റം വരുത്തുക കൂടി ചെയ്തു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ആൻഡ് യു നോ, അറ്റ് ദി സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഓഫ് August 14, 15, India was declared independent.
ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിക്കപ്പെട്ട ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായി, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി നിയമിക്കുക കൂടി ചെയ്തു. സോ ദിസ് വിൽ എൻഡ് ദി ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചരിത്രം, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടം ഇവിടെ അവസാനിച്ചു എന്ന് പറയാം. ഇനി അങ്ങോട്ട് നമ്മൾക്ക് പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ടോപ്പിക്കാണ്. മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുക. ബൈ ദാറ്റ് വി വിൽ വൈൻഡ് അപ്പ് ദ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ആൻഡ് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. പക്ഷേ ഞാൻ എപ്പോഴും ക്ലാസ്സിൻ്റെ അവസാനം പറയാറുള്ളത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ, നിങ്ങളുടെ സ്നേഹം, ഇവയെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുന്ന, നിങ്ങൾ ലൈക്സിലൂടെ, സബ്സ്ക്രിപ്ഷനിലൂടെ, ഷെയർസിലൂടെ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ സംബന്ധിച്ച് ഇത്തരം യൂട്യൂബ് ഇനീഷ്യേറ്റീവിന് പ്രചോദനമാകുന്നത്. ഐ ഹോപ്പ് യു വിൽ എക്സ്റ്റെൻഡ് ദാറ്റ് സപ്പോർട്ട്. നിങ്ങൾക്ക് പ്രയോജനമാകുന്നുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി we will meet you again. Till then, goodbye, take care.